നമസ്കാരം. മല്ലൂസ് മില്ലൂസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. മലേഷ്യൻ സീരീസിൻ്റെ മൂന്നാമത്തെ വീഡിയോ ആയിട്ടത് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് മലേഷ്യൻ നാഷണൽ മോസ്കിലാണ്. ഈ നാഷണൽ മോസ്കും സ്ഥിതി ചെയ്യുന്നത് കോലാലംപൂരിൽ തന്നെയാണ്. മസ്ജിദ് നെഗാര എന്നാണ് ഈ മോസ്കിൻ്റെ പ്രാദേശിക പേര്. ഇവിടെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് രജിസ്ട്രേഷനാണ്. അത് ഓൺലൈനിൽ നമ്മളൊരു QR കോഡ് സ്കാൻ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ പേര്, നമ്മുടെ കൺട്രി ഇത്ര നമ്മൾ ഫില്ല് ചെയ്തിട്ട് ഓക്കെ കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. വേറെ ഫീസൊന്നും കൊടുക്കേണ്ടതായിട്ടില്ല. ഫ്രൈഡേ മാത്രം ഉച്ചയ്ക്ക് 3 മണി തൊട്ട് 6 മണി വരെ ആയിരിക്കും ഓപ്പണിങ്. ബാക്കിയുള്ള എല്ലാ ദിവസങ്ങളിലും, പ്രത്യേകിച്ചിട്ട് ഹോളിഡേയ്സിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ രാവിലെ ഉച്ചയ്ക്കും ഇത് ഓപ്പണായിരിക്കും. ഇവിടെ വരുമ്പോൾ ലേഡീസിന് മാത്രമായിട്ട് ഒരു ഡ്രസ് കോഡുണ്ട്. അതിവിടെ തന്നെ കിട്ടും. നമ്മുടെ ഭാഗത്തുള്ള സൈസ് ചൂസ് ചെയ്ത് നമുക്ക് ധരിക്കാവുന്നേ ഉള്ളൂ. നമ്മുടെ ലൂക്ക ഇവിടുത്തെ ഒരു ജീവനക്കാരിയെ ഹൈഫൈ കൊടുത്ത് വളച്ചെടുത്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ. കുറച്ച് പടിക്കെട്ടുകൾ നടന്ന് വേണം മുകളിലോട്ട് കയറുവാനായിട്ട്. ഡ്രസ് കോഡിൽ ആണുങ്ങൾക്ക് പ്രത്യേക വേഷങ്ങളൊന്നുമില്ല. നോർമൽ നമ്മളെന്താണ് ഇട്ടിരിക്കുന്നത് അത് ധരിക്കാവുന്നേ ഉള്ളൂ. 1965 പൂർത്തീകരിച്ച പള്ളിയുടേത്. ഈ മോസ്കിന് ചുറ്റും വളരെ മനോഹരമായിട്ടുള്ള പൂക്കളുള്ള ഒരു വലിയ പൂന്തോട്ടമുണ്ട്. തികച്ചും നല്ല പീസ്ഫുള്ളായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെ വന്നപ്പോഴത്തേക്കും. നമ്മൾ കയറുന്നിടത്ത് തന്നെ ഒരു മാപ്പ് വെച്ചിട്ടുണ്ട്. ഏതൊക്കെ ഭാഗത്ത് എന്തൊക്കെയാണ് ഉള്ളതെന്നുള്ളത് നമുക്കറിയാൻ പറ്റും. ലൈബ്രറി എങ്ങോട്ടാണ്, വാഷ്റൂം എങ്ങോട്ടാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മറ്റൊരാളുടെ ഡിപ്പെൻഡ് ആവശ്യം വരത്തില്ല. മാപ്പ് നോക്കുകയാണെങ്കിൽ തറയൊക്കെ തിളങ്ങുന്ന മാതിരിയുണ്ട്. അത് മാത്രമല്ല, നമ്മളിതിനകത്ത് കയറുമ്പോഴത്തേക്ക് ഇപ്പോൾ പണി കഴിപ്പിച്ച ഒരു മോസ്ക് പോലെയാണ് നമുക്ക് തോന്നുക. നമ്മൾ നാഷണൽ മോണുമെൻറ്റ് കണ്ടുപോലെ ഏകദേശം അതുപോലെ തന്നെയുള്ള ഒരു വാട്ടർഫോൾ ഇവിടെയുണ്ട്. ഏകദേശം 13 ഏക്കർ വിസ്തൃതിയാണ് ഈ മോസ്കിൻ്റെ കോമ്പൗണ്ട് എന്നുള്ളത്. ഏകദേശം 15,000 പേര് ഒരുമിച്ച് ഉൾക്കൊള്ളാനായിട്ടുള്ള സെറ്റപ്പ് ഈ മോസ്കിനകത്തുണ്ട്. ഇതൊരു മോസ്ക് ആണെങ്കിലും ഫോട്ടോസ് എടുക്കാനോ വീഡിയോസ് എടുക്കാനോ റെസ്ട്രിക്ഷൻസ് ഒന്നും വലുതായിട്ട് കാണുന്നില്ല. ഈ മോസ്കിൻ്റെ മിനാരത്തിൻ്റെ ഉയരം എന്നുള്ളത് 73 മീറ്ററാണ്. ഈ മോസ്കിൻ്റെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നതിൽ ഏറ്റവും പ്രധാന സവിശേഷതയായിട്ട് എനിക്ക് തോന്നിയത് മേൽക്കൂരയാണ്. നക്ഷത്രത്തിൻ്റെ ആകൃതിയിലാണ് ഇതിൻ്റെ മേൽക്കൂര നിർമ്മിച്ചിരിക്കുന്നത്. തികച്ചും കോൺക്രീറ്റ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ മോസ്കിനോട് ചേർന്ന് തന്നെ ഒരു കുഞ്ഞ് മ്യൂസിയം പോലുള്ളൊരു മുറിയുണ്ട്. ഇതിനകത്ത് ഈ മസ്ജിദിനെ കുറിച്ചുള്ള ഒത്തിരിയേറെ ഇൻഫോർമേഷൻസ് അടങ്ങിയ രേഖകൾ, പിന്നെ മതപരമായിട്ടുള്ള പല കാര്യങ്ങൾ അടങ്ങിയ പുസ്തകങ്ങൾ, പിക്ചേഴ്സ്, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഇതിനകത്തുണ്ട്. നമുക്ക് കൂടുതൽ കാര്യങ്ങൾ വീണ്ടും ചോദിച്ചറിയണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഗൈഡുണ്ട്. ഗൈഡുമായിട്ട് നമ്മൾ ബന്ധപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അവർ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഈ മസ്ജിദ് നെഗാരയെ പോലെ ലേഡീസിന് ഈ സെയിം ഡ്രസ് കോഡുള്ള വേറൊരു മോസ്കും കൂടെയുണ്ട്. അത് പുത്രജയ എന്നൊരു സ്ഥലത്താണ്. അത് മിക്കവാറും നാളെ അല്ലെങ്കിൽ മറ്റന്നാളായിരിക്കും അവിടെ പോവുക. അവിടെയും ഏകദേശം ഈ സെയിം ഡ്രസ് കോഡ് തന്നെയാണ്. എന്തായാലും നമ്മൾ അവിടെയും വിസിറ്റ് ചെയ്യുന്നതായിരിക്കും. ഇനിയാണ് നമ്മൾ മോസ്കിനുള്ളിലോട്ട് പ്രവേശിക്കുന്നത്. സുഹൃത്തുക്കളെ, അകത്തേറിയപ്പോൾ ഒരു രക്ഷയില്ല. അത്രയ്ക്ക് മനോഹരമായിട്ടുണ്ട്. ഏറെക്കുറെ നമ്മുടെ ബഹ്റൈനിലെ ഗ്രാൻഡ് മോസ്കിനുള്ളിൽ കയറിയൊരു ഫീലാണ്. ആ സീലിങ്ങിൽ നമ്മൾ കാണുന്ന ലൈറ്റ്സുകളാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്നുള്ളത്. ഈ മോസ്കിനുള്ളിൽ പല ഭാഗത്തായിട്ട് കുറച്ച് സ്റ്റാൻഡുകളുണ്ട്. അതിനകത്ത് ഖുറാനുകളൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്ക് പിന്നെ പ്രാർത്ഥിക്കാൻ താല്പര്യമുള്ളവർക്ക് ഇതിനകത്ത് പ്രാർത്ഥിക്കാം. പിന്നെ ഗൈഡുകളൊക്കെ ഉണ്ട്. നമുക്ക് അവരോട് കൂടുതൽ ഇൻഫർമേഷൻസ് ആവശ്യമുണ്ടെങ്കിലോ പ്രാർത്ഥനാപരമായിട്ടുള്ളതോ ഈ മോസ്കുവരായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാൻ പറ്റും. ഇതിനുള്ള കയറി കഴിയുമ്പോഴത്തേക്കും നമ്മൾ ശരിക്കും ആത്മീയമായിട്ടുള്ളൊരു ഫീലായിരിക്കും വരുന്നത്. വേറെ ഒരു സൗണ്ടൊന്നും ഇവിടെ ഇല്ല. തികച്ചും നിശബ്ദമായിട്ടുള്ള ഒരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയറാണ്. ഈ മോസ്കിൻ്റെ തന്നെ ഒരു ഭാഗത്ത് നമുക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങൾ മേടിക്കുവാനുള്ള സജ്ജീകരണങ്ങളുണ്ട്. നമ്മൾ ഫുഡ് ഐറ്റംസ് ആണെന്നുണ്ടെങ്കിലും ഇവിടെ സോവനീഴ്സ് ഉണ്ട്. ഐ ലവ് മലേഷ്യ എന്ന് എഴുതിയ ടീഷർട്ട്സുകളുണ്ട്. പിന്നെ കൊച്ചു പിള്ളേർ കളിക്കാൻ പറ്റുന്ന കളിപ്പാട്ടങ്ങളുണ്ട്.
അങ്ങനെ മുതലായിട്ടുള്ള സാധനങ്ങളെല്ലാം ഇവിടെ കിട്ടും. അതിൻ്റെ റേറ്റുകൾ ഇവിടെ വലുതായിട്ട് ഈടാക്കുന്നതായിട്ട് കാണുന്നില്ല. നമ്മൾ പുറത്ത് നിന്ന് റേറ്റൊക്കെ ചോദിക്കുമ്പോൾ എത്രയാണ് പറയുന്നത്, ആ റേറ്റൊക്കെ തന്നെയാണ് ഇവിടെയുള്ളത്. ഒരു കുട്ടി കച്ചവടക്കാരൻ ഞങ്ങളെ കൊണ്ട് അവൻ്റെ സാധനം മേടിപ്പിക്കാൻ നോക്കുകയാണ് അവന്. നമുക്കറിയാം മലേഷ്യൻ കറൻസി എന്നുള്ളത് റിങ്കിറ്റാണ്. റിങ്കിറ്റ് കൂടാണ്ട് ഡോളർ, US ഡോളർ ഉണ്ടെങ്കിൽ അതും ഇവർ അക്സെപ്റ്റ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ നമ്മുടെ ഈ എപ്പിസോഡ് മസ്ജിദ് നഗാര അല്ലാന്നുണ്ടെങ്കിൽ നാഷണൽ മോസ്ക് എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നുണ്ട്. ഇനിയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ മലേഷ്യയിലെ നല്ല നല്ല എപ്പിസോഡ്സിന് വരാൻ കിടക്കുന്നേ ഉള്ളൂ. മറ്റൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.